ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ 15 ഹിന്ദു ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 50, സ്വാമിനാരായണൻ അക്ഷരധാം. ന്യൂജേഴ്സിയിലെ ഈ അമ്പലം സ്വാമിനാരായണൻ സമർപ്പിച്ചിരിക്കുന്നതാണ്. ഇത് പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മന്ദിറും ലോകത്തിലെ രണ്ടാമത്തെ വലിയ മന്ദിറുമാണ്. പുരാതന ഹിന്ദു തിരുവഴുത്തുകൾക്ക് അനുസൃതമായാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്പർ 40, വരദരാജ പെരുമാൾ ടെമ്പിൾ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. 338 അടിയാണ് ഇതിന്റെ ഉയരം. ഏറ്റവും വലിയ ഹിന്ദു പണ്ഡിതരിൽ ഒരാളായ രാമാനുജൻ ഈ ക്ഷേത്രത്തിൽ താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. നമ്പർ 30, രാജഗോപാലസ്വാമി ടെമ്പിൾ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് ഇത്. 23 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉയരം 154 അടിയാണ്. ക്ഷേത്രത്തിന്റെ കവാട ഗോപുരത്തിന് 47 മീറ്റർ ആണ് ഉയരം. നമ്പർ 12, നെല്ലയപ്പ ടെമ്പിൾ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് നെല്ലയപ്പ ക്ഷേത്രം. 14.5 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ക്ഷേത്ര സമുച്ചയം പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ ബ്രഹ്മോത്സവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്പർ 11, മീനാക്ഷി അമ്മൻ ടെമ്പിൾ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പാർവതിയുടെ ഒരു രൂപമായ മീനാക്ഷിക്കും ശിവനും സമർപ്പിച്ചിരിക്കുന്നു. 472 അടിയാണ് ക്ഷേത്രത്തിന്റെ ഉയരം. CE 14-ാം നൂറ്റാണ്ടിൽ ഇത് പുനർനിർമ്മിച്ചു. നമ്പർ 10, ജംബുകേശ്വര ടെമ്പിൾ. മഹാഭൂതത്തെ അല്ലെങ്കിൽ 5 ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്ന തമിഴ്നാട്ടിലെ 5 പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 1.6 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഇത് 7.6 മീറ്ററിലധികം ഉയരവുമുണ്ട്. നമ്പർ 9, ഏകാംബേശ്വരർ ടെമ്പിൾ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. 10 ഹെക്ടർ വിസ്തൃതിയുള്ള ഇവിടെ 192 ഉയരവുമുള്ള തെക്കൻ ഗോപുരവുമുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. നമ്പർ 8, അണ്ണാമലയാർ ടെമ്പിൾ. തമിഴ്നാട്ടിലെ അരുണാചല കുന്നിന്റെ താഴ്വരയിൽ ശിവനും പാർവതിക്കും സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇത്. 10 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്ര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരങ്ങളിൽ ഒന്നാണ്. നമ്പർ 7, ബേലൂർ മഠം. രാമകൃഷ്ണ പരമഹംസന്റെ മുഖ്യ ശിഷ്യനായ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മഠത്തിന്റെയും രാമകൃഷ്ണ മിഷന്റെയും ആസ്ഥാനമാണ് ബേലൂർ മഠം. 4 ക്ഷേത്രങ്ങളാണ് ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 6, ഛത്തർപൂർ ടെമ്പിൾ. ഹിന്ദു ദേവതയായ കാർത്യായനിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തിന്റെ മുഴുവൻ ഭാഗവും 28 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. 1998 അന്തരിച്ച ബാബാ സദ് നാഗ്പാൽ ജി സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം. നമ്പർ 8, തില്ലൈ നടരാജ ടെമ്പിൾ. നൃത്തത്തിൽ പ്രഭുവായ ശിവന്റെ രൂപമായ നടരാജൻ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത്. 16 ഹെക്ടർ വിസ്തൃതിയിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. നമ്പർ 4, അക്ഷരാധം ടെമ്പിൾ. ഡൽഹിയിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രവും ക്യാമ്പസുമാണ് ഇത്. 20,000-ലധികം സ്മാരകങ്ങളുടെ ഈ ക്ഷേത്രത്തിന്റെ ഉയരം 141 അടിയാണ്. പരമ്പരാഗതവും ആധുനികവുമായ ഹിന്ദു സംസ്കാരവും വാസ്തുവിദ്യയും ഇവിടെ പ്രദർശിപ്പിക്കുന്നു. നമ്പർ 3, പ്രബരൻ ടെമ്പിൾ. ഇന്തോനേഷ്യയിൽ 9-ാം നൂറ്റാണ്ടിലെ ഒരു ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ് ഇത്. 154 അടി ഉയരമുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ മധ്യഭാഗത്തിലെ കെട്ടിടം വളരെ പ്രശസ്തിയുള്ളതാണ്. ഇവിടുത്തെ ക്ലാസിക്കൽ മാസ്റ്റർ പീസാണ് ഇത്. നമ്പർ 2, ശ്രീ രംഗനാഥസ്വാമി ടെമ്പിൾ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിഷ്ണുവിനായാണ് സമർപ്പിച്ചിരിക്കുന്നത്. 63 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്രത്തിൽ 81 ആരാധനാലയങ്ങൾ, 21 ഗോപുരങ്ങൾ, 39 പവലിയനുകൾ എന്നിവ ഈ സമുച്ചയത്തിൽ ഉണ്ട്. നമ്പർ 1, അങ്കോവാട്ട്. ഒരു ഥേരവാദ ബുദ്ധമത ക്ഷേത്ര സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ മത സമുച്ചയവുമാണ് ഇത്. പുരാതന തലസ്ഥാനമായ അങ്കോറിനുള്ളിൽ 162.6 ഹെക്ടർ വിസ്തൃതിയിൽ സൂര്യവർമ്മൻ രണ്ടാമന്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.